തൃശ്ശൂർ ജില്ലയിലെ ആളൂർ പഞ്ചായത്ത് അവിടെ താഴേക്കാട് എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനവിടെ ആ ആ രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് SLC പഠിച്ചത്. അപ്പോൾ 68-ലാണ് അവിടെ ആദ്യത്തെ KSFൻ്റെ ഒരു യൂണിറ്റ് രൂപം കൊള്ളുന്നത്. അപ്പോൾ അന്ന് ഞാൻ 8-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അന്ന് അങ്ങനെ അതല്ല, നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഒരു ഇതുള്ളത് കൊണ്ട് KSFൻ്റെ യൂണിറ്റ് വരുന്നു. ആ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ 8-ാം ക്ലാസ്സിൽ ഇത് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം അന്ന് ഈ നക്സൽബാരി സമരം കഴിഞ്ഞ ഉടനെ CPM-നുള്ളിൽ വലിയ ആശയ സമരങ്ങൾ ഉടലെടുത്തു. തെന്നാലിയിൽ CPM-ൻ്റെ ആദ്യത്തെ ഈ 32 പേര് ഇറങ്ങി വന്നതിന് ശേഷം ആദ്യത്തെ സമ്മേളനം നടക്കുന്ന ആന്ധ്രയിലെ തെന്നാലിയിലാണ്. ഈ തെന്നാലി സമ്മേളനത്തിൽ തന്നെ ബസോ പുന്നയ്യയാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രമേയത്തിൽ വർഗസമരത്തിൻ്റെ തീഷ്ണത കുറഞ്ഞു, അത് കുറവാണ് എന്ന് പറഞ്ഞ് ബംഗാളി എന്നുള്ള സഹാക്കൾ ബദൽ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പാർട്ടി കോൺഗ്രസ് നടത്താൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ ബംഗാളിൽ കൽക്കട്ടയിൽ ഉള്ള ജില്ലാ സമ്മേളനത്തിൽ തന്നെ പരിമൾ ദാസ് ഗുപ്ത എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതാവ്, അദ്ദേഹം ഒരു ബദൽ അവതരിപ്പിക്കുന്നുണ്ട്. ഡാർജിലിംഗ് ജില്ലയിൽ ചാരു മജുംദാർ അവതരിപ്പിച്ച ബദൽ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അവിടുത്തെ ജില്ലാ സമ്മേളന പ്രമേയം പാസ്സാക്കുന്നത്. അതിനുശേഷം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. പക്ഷെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോഴും ഈ ആശയസമരം നിന്നിരുന്നില്ല. സാർവദേശീയ ദേശീയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ നിലപാടുകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ ആ സമയത്താണ് നക്സൽബാരി പ്രക്ഷോഭം ഉണ്ടാകുന്നത്. 67 ജ്യോതിബസു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ജ്യോതിബസു മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ നക്സൽബാരി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചൊരു പുസ്തകമുണ്ട്. അപ്പോൾ 67 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിയ ഭൂരിപക്ഷത്തിൽ വരുന്നതായിരുന്നു CPM-ൻ്റെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പക്ഷെ അവരുടെ വിലയിരുത്തലിനെ ഞെട്ടിച്ചിട്ട് ബംഗ്ലാവ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ അജയ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാവ് കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഉണ്ടായി. അപ്പോൾ 3 മുന്നണിയായിട്ട് മത്സരിച്ചു. ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോഴാണ് പിന്നീട് ബംഗ്ലാവ് കോൺഗ്രസും CPI വേറെ മുന്നണിയായിരുന്നു, CPM വേറെയായിരുന്നു. ഇങ്ങനെ 3 മുന്നണിയായിട്ടാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോഴാണ് അജയ് മുഖർജിയുടെ മുഖ്യമന്ത്രിയും ജ്യോതിബസു ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഹരേകൃഷ്ണ ഗോനാർ റവന്യൂ മന്ത്രിയൊക്കെ ആയിട്ടുള്ള പുതിയ മന്ത്രിസഭ 67 അധികാരത്തിൽ വരുന്നു. അപ്പോൾ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് കർഷക പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ കിസാൻ സഭ തീരുമാനിച്ചിരുന്നു. ഭൂമി പിടിച്ചെടുക്കൽ സമരം നടത്തണം, അതിനുവേണ്ടി വളണ്ടിയർമാരെ പരിശീലിപ്പിച്ചിരുന്നു. പക്ഷെ 67 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സമരം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ നമുക്ക് ഭൂമി കിട്ടാതെ എങ്ങനെ ഇത് നിർത്തിവെക്കും എന്ന് പറയുന്നൊരു ചോദ്യം കനുസന്യാലും ചാരു മജുംദാരടക്കമുള്ള ആളുകൾ അതിനുള്ളിൽ ഈ വിഷയം ഉന്നയിക്കുകയും അപ്പോൾ 16 ദിവസത്തെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ ഒരു പണിമുടക്ക് നടന്നിരുന്നു ഡാർജിലിംഗിൽ. ഇതിലൊരു വെടിവെപ്പുണ്ടായി, ഒരാൾ കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ പ്രതിഷേധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് മെയ് 25-ന് നക്സൽബാരി സമരം ഉണ്ടാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ CPIM-നുള്ളിലുണ്ടായിരുന്ന വിപ്ലവകാരിയായ ആളുകൾക്കൊരു വലിയ ഞെട്ടലാണ് ഉണ്ടായത്. അപ്പോൾ കുറേ ആളുകളൊക്കെ പുറത്ത് വന്ന് അഖിലേന്ത്യാ വിപ്ലവകാരികളുടെ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒന്ന് രൂപം കൊണ്ടു. ഞാൻ എൻ്റെ ചരിത്രം പറയുന്നതിന് ഈ പശ്ചാത്തലം പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ നാട്ടിലെ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അങ്ങനെ തന്നെ കലാപം നടത്തിയിട്ട് ML ആവുകയാണ് ചെയ്യുന്നത്. അന്ന് ML ഒരു ഇതല്ല വരികയാണ് ചെയ്യുന്നത്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം വരുന്ന സഹാക്കളും ML പക്ഷപാത അതിൻ്റെ ഭാഗത്തേക്കും വന്നു. അപ്പോൾ അവിടുത്തെ പ്രധാന CPM സഹാക്കളായിരുന്ന ആളുകൾ, അപ്പോൾ ഞങ്ങളന്ന് KSYF-ഉം KSF-ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ കുട്ടികളെ ആയിട്ടുള്ള ഞങ്ങളെ അടക്കം എന്ത് ചെയ്യുന്നു, ഇവർ നമ്മളെ സ്വാധീനിക്കുകയാണ്. കാരണം നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് അത് വേറെ തരത്തിൽ പോവുകയാണ്, നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്നൊരു ചിന്ത നമ്മൾ വരികയും, അപ്പം നമ്മൾ ചെറിയ കാലത്ത് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ പുറത്ത് നമ്മൾ KSYF-ഉം ഇനി 70 ആകുമ്പോൾ SFI-യും ഒക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ML രാഷ്ട്രീയമാണ്. അപ്പോൾ ഞാൻ കേരളവർമ്മ കോളേജിൽ SFI-യുടെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പക്ഷെ ഞാനന്ന് അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാൾ ഒഴിച്ച് എല്ലാവരെയും നമ്മൾ ML പ്രതിനിധികളാക്കി മാറ്റിയിരുന്നു. നാട്ടിലെ KSYF-ഉം അതേപോലെ തന്നെ നമ്മുടെ ഒരു തരത്തിൽ. പക്ഷെ നമുക്ക് പുറത്ത് നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്ന് രഹസ്യ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് അതിനുള്ളിൽ നിന്നിട്ടുള്ളൊരു പ്രവർത്തനമാണ് നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ ഒരു കർഷക തൊഴിലാളി, അമ്മ കർഷക തൊഴിലാളി, ഞങ്ങൾ 4 മക്കളാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊരു ചെറുകിട കുടിയാൻ്റെ വീട്ടിൽ
ഞാൻ 1-ാം ക്ലാസ്സൊക്കെ പോകുന്നതിന് മുൻപ് ഓർമ്മ വരുമ്പോൾ അവർ കുടികിടപ്പുകാരായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 1-ാം ക്ലാസ്സൊക്കെ ചേരുന്നതിന് മുൻപ് ഒരു പുറമ്പോക്ക് ഭൂമി അച്ഛൻ വില കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികകാലം നമുക്ക് അങ്ങനെ കിടക്കേണ്ടി വന്നില്ല. നമ്മൾ 10 സെൻറ്റിന് വേണ്ടി അന്ന് എന്ത് കാരണം കൊണ്ടാണോ അത് ചോദിക്കാൻ പോയില്ല, എനിക്കറിയില്ല എപ്പോഴും അത്. അപ്പോൾ അവനവനും അധ്വാനിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് അവർ വലിയ പൈസക്കാരൊന്നും ആയിരുന്നില്ല നമ്മൾ ഈ താമസിച്ചിരുന്നത്. അപ്പോൾ അത് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ളൊരു അവകാശമൊന്നും ഉന്നയിച്ചുമില്ല. അന്ന് അപ്പുറത്ത് പോയിട്ട് ഒരു പുറമ്പോക്ക് ഭൂമി വാങ്ങിച്ചിട്ട് ഞാൻ 1-ാം ക്ലാസ്സിലേക്ക് ചേരുന്നത് അവിടെ പോണ സമയത്താണ്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പുസ്തക വായന, അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, സാഹിത്യ സമാജം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ. ഒരു ആഴ്ചയിൽ ഒരു പീരീഡ് ഇങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ ഞങ്ങളുടെ ചില അധ്യാപകർ അവരെ കുട്ടികളെ വായിപ്പിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. വായിച്ച പുസ്തകങ്ങളുടെ സാരാംശം എഴുതി കൊണ്ടുവരാൻ പറയും. അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ തമ്മിലൊരു മത്സരമായിരുന്നു അന്ന്. അതായത് വായിച്ചിട്ട് അപ്പോൾ നന്നായി എഴുതിയിട്ടുണ്ടെന്നൊക്കെ അധ്യാപകരുടെ ഒരു പ്രശംസയൊക്കെ കിട്ടും. പിന്നെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അന്നന്നത്തെ വാർത്ത കൊണ്ടുവരാൻ പറയും. നമ്മളെയൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ ഈ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളൊരു ചരിത്രം പറയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എങ്ങനെയോ വായനാശീലം എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാനെന്താ വെച്ചാൽ താഴെ കിടക്കുന്ന പേപ്പർ പോലും നാട്ടുകാരങ്ങനെ പറയാറ്, ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ പോലും അതെടുത്ത് വായിച്ച് നടക്കുന്ന കുട്ടിക്കാലം മുതലേ അങ്ങനത്തെ ഒരു ശീലമായിരുന്നു. അപ്പോൾ അകലങ്ങളിൽ പോയിട്ട് പുസ്തകങ്ങൾ വായനശാലയെ അവിടെ നിന്നൊക്കെ തേടി പിടിച്ച് പോയിട്ട് ഇതൊക്കെ വായിക്കുന്നൊരു ശീലം അന്ന് തന്നെ വന്നിരുന്നു. എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നടത്തിയത്, വീടില്ലാത്ത ഒരുപാട് മനുഷ്യരവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥലം പുറമ്പോക്ക് ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കുറേ പുറമ്പോക്ക് ഭൂമി കുറച്ച് സമ്പന്നരായ ആളുകളുടെ കൈവശം വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്കറിയായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഒരു 32 വീട് ഒറ്റ രാത്രി കൊണ്ട് വീടില്ലാത്ത ആളുകൾക്ക് വെച്ചു കൊടുക്കണേക്കും. എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ആ വീടുകളിലൊക്കെ അടുപ്പ് പുകഞ്ഞ ആളുകളെ നമ്മൾ എന്ത് ചെയ്തു, താമസിപ്പിച്ചു. പുറമ്പോക്ക് ഭൂമിയാണ്. അപ്പം നമ്മളെ ഒരല്പം എന്തൊക്കെ തീവ്രമായിട്ടൊക്കെ ചിന്തിക്കുന്ന അതാണെന്നൊരു തോന്നലൊക്കെ ആളുകൾക്കും വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കേസൊക്കെ വന്ന് അന്ന് ചില ആളുകൾ ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇവർ അനധികൃതമായിട്ട് കൈകയറിയതാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കേസിൽ ഞാൻ പെട്ടില്ല. കാരണം അന്നത്തെ ML പാർട്ടിയുടെ നേതാക്കന്മാരായ ചില സഹാക്കൾ പെട്ടു. ഞാൻ കുട്ടിയായതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പക്ഷെ അവർക്ക് അത് നിലനിൽക്കാൻ പറ്റുന്നില്ല. കാരണം അനധികൃതമായി അവർ കൈവശം വെച്ചിരുന്ന ഭൂമിയായിരുന്നു. ഒരു 2 ഭാഗത്തെ ഭൂമിയായിരുന്നു. പക്ഷേ അതിൽ വിചിത്രമായ സംഭവം, ഇപ്പോൾ ആ 32 വീട്ടിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല വില കിട്ടിയപ്പോൾ അതൊക്കെ ആ സ്ഥലമൊക്കെ കൊടുത്തു പോയി എന്നുള്ളതാണ്. നമ്മുടെ വാങ്ങിച്ച നല്ല വില കിട്ടി അവർക്ക്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്താണ്, ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ആളുകൾക്കപ്പോൾ നല്ല വിലയൊക്കെ കിട്ടി. ഒരു കുടുംബം മാത്രമേ ഇപ്പോൾ താമസിച്ചതിൽ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ് ആദ്യം. പിന്നെ അന്ന് ഈ 67-68 കാലം എന്ന് പറയുന്നത് ഭയങ്കര പട്ടിണിയുടെ കാലമാണ്. കോഴി റേഷൻ എന്നൊക്കെ നമ്മൾ പറയണ പാതിരാത്രി വരെയൊക്കെ നമ്മൾ റേഷൻ കടയുടെ മുന്നിലൊക്കെ കുട്ടികളിങ്ങനെ ക്യൂ നിന്നൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നെല്ല് കൃഷി ചെയ്യുന്ന ആളുകൾ, നാട്ടുകാർ പൈസ കൊടുത്താലും ഇവർ കൊടുക്കില്ല. നാട്ടുകാർ കാശ് കൊടുത്താൽ പോലും ഈ നെല്ല് വിളയിക്കുന്ന അവിടുത്തെ കുറച്ച് പൈസക്കാരുണ്ടല്ലോ, ഇവർക്ക് വലിയ വില കിട്ടുമെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ അന്നത്തെ കുറച്ച് സഹാക്കൾ കൂടിയിട്ട് രാത്രി ഒരു വരുന്ന ലോറി തടഞ്ഞിട്ട് പൈസ കൊടുത്തു ആളുകൾ. ഈ നെല്ല് പിടിച്ച് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. പൈസ കൊടുത്ത് നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ച കാശ് നാട്ടു നടപ്പുള്ള വില കൊടുത്തുകൊണ്ട് തന്നെ ഇത് നാട്ടുകാർക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്ന് എല്ലാ വീടും ഈ ഓല കൊണ്ട് മേഞ്ഞ വീടുകളായിരുന്നു, ഭിത്തിയും ഓല കൊണ്ട്. അപ്പോൾ വർഷകാലം എത്തുന്നതിന് മുൻപ് ഈ വീട് മേയണം. ഈ ഓല ചെമ്മീൻ കെട്ടുകാർക്ക് കൊടുത്താൽ വില കൂടുതൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് നാട്ടുകാർക്ക് വീട് മേയാൻ വേണ്ടി ഓല കൊടുക്കാറില്ല. അത് നമ്മളെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകുമ്പോൾ തടഞ്ഞിട്ട് ആവശ്യമുള്ള വീട്ടുകാർക്ക് ഇത് വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് ശരിക്കും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ കേരളോർമ്മയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേയും കൂടി സജീവമായ രൂപത്തിലേക്ക് ML പാർട്ടിയുടെ അപ്പോഴേക്കും. അപ്പോൾ അന്ന് ഈ പാർട്ടിയൊക്കെ മൊത്തം ML പ്രസ്ഥാനം ആദ്യത്തെ തിരിച്ചടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല കഷ്ണങ്ങളായിപ്പോയി ആദ്യത്തെ സഹാക്കളൊക്കെ തന്നെ. അപ്പോൾ ഓരോരുത്തരും മുൻകൈ എടുക്കുന്ന ഓരോ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് പാലക്കാട്
ഉള്ളവരൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കൊടുങ്ങല്ലൂർ വേറെ TN ജോയിക്ക് മരിച്ചുപോയ TN ജോയി, ജയകുമാർ സഖാവ് ഇവരൊക്കെ അടങ്ങുന്ന വേറൊരു ടീമുണ്ട്. അങ്ങനെ പലതുമായിട്ട് ഓരോരുത്തരും അവനവൻ്റെ മുൻകൈ എടുത്തിട്ട്, കാരണം പരസ്പര ബന്ധമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവനവൻ്റെ ഒരു മുൻകൈയിൽ ഇങ്ങനെ നടത്തും. അപ്പം ഞങ്ങൾ ഈ കേരളോർമ്മ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ബിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ പൂരപ്പറമ്പിൽ ഞങ്ങൾ സഹാക്കൾ ഒന്നിച്ചിങ്ങനെ ഇരിക്കും. ഇരുന്ന് വലിയ വലിയ ലോകകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ പോലീസ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. അതിൻ്റെ തൊട്ടടുത്താണ് ധനലക്ഷ്മി ബാങ്ക്. നക്സലൈറ്റുകൾ ധനലക്ഷ്മി ബാങ്ക് കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കൂടിയിരിക്കാറുള്ള ആളുകളില്ലേ, അവരുടെയൊക്കെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒളിവിൽ പോണത്. ഈ കേസിൽ ഞാനും പെട്ടു എന്ന് പറഞ്ഞ രൂപത്തിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ, ഇത് കള്ളക്കേസാണ്. ആരും അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് ദേശീയമായിട്ട് അവിടെ ഇരുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ചില ആളുകൾ വരാറുണ്ട്, ഇവർ പോലീസുകാരെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഭയങ്കര ചൂട് പിടിച്ച ചർച്ച. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴാണ് അവർ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ നമ്മുടെ അക്കാദമിയുടെ തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്തുള്ള ഒരു ചന്ദ്രൻ ആ കേസിൽ പെട്ടിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടായതാണ്. പോലീസിൻ്റെ അട്രോസിറ്റീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. പിന്നെ എന്നെയൊക്കെ നൈന എന്ന് പറയുന്ന ഈ CPM നിന്ന് കലാപം ചെയ്ത് പുറത്തു വന്ന ഒരു സഖാവ് വഴിയാണ് നമ്മളൊക്കെ ML പാർട്ടിയിലേക്ക് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വെള്ളാങ്കല്ലൂരടുത്ത് പട്ടയപ്പാടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ സ്റ്റീഫനൊക്കെ ആയിട്ട് അന്ന് ഇടുക്കിയിലൊരു സ്ഥല സമരങ്ങൾ നടന്നു. കല്ലാറൂട്ടി എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സമരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ സമരത്തിൽ പെട്ട ആളാന്ന് പറഞ്ഞിട്ട് ഈ പരീത് എന്ന് പറയുന്ന ഒരു ഓഗസ്റ്റ് 14 അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ പോലീസ് അദ്ദേഹത്തെ വീട് വളഞ്ഞു. അദ്ദേഹം ഓടി. ആ സമയത്ത് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ പരിക്കുകളൂടെ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസ് കൊന്നതാണ് എന്ന് പറയുന്ന അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തുന്നുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരുന്നത്. അപ്പോഴാണ് പിന്നെ ഈ മജുംദാരുടെ ഒരു ആഹ്വാനമൊക്കെ വരുന്നത്. ഇങ്ങനെ കലാലയങ്ങൾ വിട്ടിറങ്ങിയ വിദ്യാർത്ഥികൾ, നമുക്കിനി വിപ്ലവം ആണ് മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമുക്കൊക്കെ അപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എഴുതണോ, തുടർന്ന് പഠിക്കണോ, അതോ മുഴുവൻ സമയ പ്രവർത്തകനാവണോ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയും, കേരളോർമ്മയുടെ ഇപ്പോൾ എപ്പോഴും ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോകുമ്പോൾ നോക്കുക, അപ്പോൾ അവിടെ ഒരു ആൽത്തറയുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്, ഇനി തുടർന്ന് പഠിക്കണ്ട, നമുക്ക് മുഴുവൻ സമയ പ്രവർത്തകനാകാം എന്ന് പറയുന്നൊരു തീരുമാനം എടുക്കുന്നു. 1-2 പരീക്ഷ മാത്രം കണ്ടാണ് ഞാൻ എഴുതിയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കണില്ല. അപ്പോൾ നമ്മൾ മുഴുവൻ സമയ പ്രവർത്തകനാകാൻ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കള്ളക്കേസും കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒളിവിൽ പോകേണ്ടി വന്നു പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ കേസൊക്കെ തള്ളിപ്പോയപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനൊക്കെ വലിയ പ്രശ്നമായി. കാരണം ഞാൻ മോശമില്ലാതെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല പഠനം മാത്രമല്ല, മറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലെ, കലാപരമായിട്ടും നാടകമായിട്ടും ഇതൊക്കെ തന്നെ. ഞാൻ 70-ലെ സംസ്ഥാന യുവജനോത്സവത്തിലാണ് ആദ്യമായിട്ട് പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കുന്നത്. അപ്പോൾ അന്ന് സംസ്ഥാനത്ത് നിന്നും എനിക്കൊന്നും കിട്ടിയില്ല. കാരണം നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരൊന്നുമില്ല. ജില്ലയിൽ എങ്ങനെയോ ഫസ്റ്റ് കിട്ടി, അങ്ങനെയാണ് നമ്മൾ സംസ്ഥാനത്ത് പോകുന്നത്. അപ്പോൾ സ്കൂളിലുണ്ടാകുന്ന എല്ലാ അങ്ങനെയൊക്കെ വരുന്നൊരു പ്രതീക്ഷ നാട്ടിലും അച്ഛനും ഒക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായത്. ആ സമയത്താണ് നമ്മൾ ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ബന്ധുക്കളുടെയൊക്കെ ഒരു ആരോപണം പിന്നീട് വന്നത്, അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു ബന്ധുവിൻ്റെ അവിടെ ഒരു മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ആളുകൾ പറയണത് ഇപ്പോഴും അറിയില്ല നമുക്ക്. അന്ന് അത് എൻ്റെ രാഷ്ട്രീയം കാരണം ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെയുള്ളതാണ്, നമുക്കറിയില്ല എന്ന് എന്തായാലും. അപ്പോൾ ആൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം അപ്പം ഞാൻ അതിലൊരു കളവും പറഞ്ഞിരുന്നു, കാരണം ഇനി തുടർന്ന് പഠിച്ചോളാം, ഒരു ബ്രേക്കായി. അപ്പോൾ എന്നെ എന്ന് വെച്ചാൽ ഈ സാധാ മനുഷ്യരാണല്ലോ, അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഒളിഞ്ഞ് നിന്ന് നോക്കുന്ന സ്നേഹത്തോടു കൂടി. അപ്പോൾ ഞാൻ കേരളോർമ്മയിൽ പോകണം, ക്രൈസ്റ്റ് കോളേജാണ് എനിക്ക് അടുത്തുള്ളത്. അപ്പോൾ കേരളോർമ്മയിൽ എന്നെ ചേർക്കണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ട് അതിനൊക്കെ നിന്നതാണ് അച്ഛൻ. അങ്ങനെ രാഷ്ട്രീയമായി അതായിരിക്കും നമുക്ക്. ഇത് പള്ളിക്കാരുടെ കോളേജാണ്, അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ കേരളോർമ്മയിലൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് മങ്ങിപ്പോയി എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് ചേർന്ന് പഠിക്കാമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതല്ല, വീണ്ടും സഹാക്കൾ വരികയും നമ്മുടെ പ്രവർത്തനമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് നമുക്ക് കാര്യം അറിയില്ല. പക്ഷേ ഏതായാലും നാട്ടിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ നീ കാരണം അച്ഛൻ ജീവൻ പോയി എന്ന് പറയുന്നൊരു വല്ലാത്തൊരു ഇത് കുറേ കാലം ഇങ്ങനെ നിന്നിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മുടെ മുന്നിലുള്ളൊരു കടമ എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ 72 തന്നെ ഏതാണ്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഫുൾ ടൈം എന്നുള്ള രൂപത്തിൽ.
അപ്പം അപ്പോൾ ആ സമയത്ത് എൻ്റെ നാട്ടിൽ അന്ന് അവരാരാന്നൊന്നും എനിക്കറിയില്ല. ഈ പഴയ കോങ്ങാട് കേസിൽപ്പെട്ട നിലമ്പൂർ ചാണ്ടി എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ സഹോദരൻ. അദ്ദേഹമൊക്കെ എൻ്റെ പ്രദേശത്താണ് ഒളിവിലിരുന്നിരുന്നത്. പിന്നെ ഒരു CV രാമവാര്യർ എന്ന് പറഞ്ഞത്, ഇവർ രണ്ടുപേരും കോങ്ങാട് കേസിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് നമ്മളറിയണം. അപ്പോൾ അവർ കുട്ടികളായ ഞങ്ങളെയൊക്കെയാണ് ഇവരെ ഒരു വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന വിപ്ലവത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാഴ്ചപ്പാടും, പിന്നെ പുസ്തക വായന എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ വായന, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് വന്നപ്പോഴാണ്, ഞാനൊക്കെ അന്ന് ഈ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പലതും വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് വായിക്കുമ്പോഴാണ് ഈ അങ്ങനത്തെ ഒരുപാട് സാധനമൊക്കെ, മാർസിസ്റ്റ്, ഇതൊക്കെ കുറേ സാധനം വായിക്കും. അന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ വായന എന്ന് പറയുന്നത് ഒരു ഭ്രാന്ത് പോലെ നമ്മളിങ്ങനെ തുടർന്നിരുന്നു. കുറച്ചൊക്കെ ബോധമൊക്കെ വന്ന് വീണ്ടും വായിക്കുമ്പോഴാണ് ഈ സാധനമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതോടുകൂടി മുഴുവൻ സമയ പ്രവർത്തകനാകാൻ തീരുമാനിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അടിയന്തരാവസ്ഥ വരികയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അടിയന്തരാവസ്ഥയിൽ ഒളിവിലുള്ള സഹാക്കളും ഞങ്ങളുടെ പ്രദേശത്തേക്ക് വരികയാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അന്ന് ഞങ്ങൾ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കലാണ്. അന്ന് പാർട്ടി രഹസ്യമാണ് ഓരോ പ്രദേശം. അപ്പോൾ എൻ്റെ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ, ചാലക്കുടി, ഇരിങ്ങാലക്കുട പ്രദേശത്തൊക്കെ ഞാൻ ഒരുപാട് പാർട്ടി ഗ്രൂപ്പുകൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒളിവിൽ പോയ സഖാക്കൾ പലരും നമ്മുടെ നാട്ടിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ എൻ്റെ നാട്ടിൽ ഒരു കൊടുങ്ങല്ലൂരുള്ള ഒരു സഖാവിനെ ആദ്യം തന്നെ മതിലകം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനൊരു കഴിഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മതിലകം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ അന്നൊരു പാർട്ടി തീരുമാനമെടുത്തിരുന്നു. അത് 2 പ്രാവശ്യം അതിൻ്റെ ചില സാങ്കേതിക വിഷയങ്ങളെ കൊണ്ട് അത് പരാജയപ്പെട്ടിരുന്നു. ഈ ടെലഫോൺ കമ്പി മുറിക്കണ അതിൽ വരുന്ന എന്തോ ഒരു മിസ്റ്റേക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് രണ്ടാമത്തെ അറ്റംപ്റ്റും കൂടി കഴിഞ്ഞപ്പോൾ പോലീസിന് വിവരം കിട്ടി. ഭയങ്കര അല്ലാത്ത പോലീസ് അട്രോസിറ്റീസ് വ്യാപകമാവുന്ന രൂപത്തിൽ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വീട്ടിൽ വന്നിരുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സഖാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലുള്ള 2 സഖാക്കളെ പോലീസ് അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്തതോടുകൂടി നമ്മളെ ഒളിവിൽ പോകേണ്ടി വന്നു. അതുവരെ നമ്മൾ ഒളിവിലൊന്നും പോയില്ല, നമ്മളവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒളിവിൽ പോകുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഈ എൻ്റെ അന്ന് കരുണാകരൻ്റെ മണ്ഡലമാണ് എൻ്റെ മാള മണ്ഡലമാണത്. ഈ മാള മണ്ഡലത്തിൽ ഉള്ള പ്രദേശമാണ് ഈ ആളൂർ പഞ്ചായത്ത്. ഞങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, കുഴിക്കാട്ടുശ്ശേരി ഗ്രാമീണ വായനശാല. അത് കേരളത്തിലെ നമ്പർ 1 വായനശാലകളിൽ ഒന്നായിരുന്നു. കാരണം അവിടെ വരാത്ത സാംസ്കാരിക പ്രവർത്തകരാരും ഉണ്ടായിരുന്നില്ല. എല്ലാ ചർച്ചകളും പരിപാടികളും ഒക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ അന്ന് പോലീസ് രഹസ്യ പാർട്ടി ആകുമ്പോൾ ഈ വായനശാലകൾ, പുസ്തകം വായിക്കുന്നവർ, പെൺകുട്ടികളെ കളിയാക്കാത്തവർ, ഇവരൊക്കെ നോക്കിയിട്ടാണ് അവരുടെ, കാരണം മറ്റേ പ്രവർത്തകരാരാന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു പ്രദേശത്തൊക്കെ പുസ്തകം വായിക്കുന്നവരാരാണ്, പെൺകുട്ടികളെ കളിയാക്കാത്തവരാരാണ്, അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളുടെ പിന്നാലെ അവർ പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കുഴിക്കാട്ടുശ്ശേരി വായനശാലയും അവരൊരു ടാർഗറ്റായിരുന്നു. കാരണം ധാരാളം വായനക്കാരും ഇതൊക്കെയുള്ള ഒരു പ്രദേശം എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള അതിൻ്റെ സെക്രട്ടറി ആയിരുന്നൊരു സഖാവിനെയും വേറൊരാളെയാണ് ആദ്യം തന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടേക്ക് വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒളിവിൽ പോയി. ഒളിവിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും വലിയ അട്രോസിറ്റീസ് ആയിരുന്നു. എൻ്റെ പ്രദേശത്തു നിന്നൊക്കെ പറഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ വരികയും പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, നമ്മൾ എവിടെ ചെന്നാലും പോലീസിൻ്റെ വീടുകളിൽ കയറിയിട്ടുള്ള ആക്രമണം. അപ്പോൾ അന്നത്തെ ജില്ലാ കമ്മിറ്റി ഉള്ള മുഴുവൻ സഖാക്കൾ പിടിക്കപ്പെട്ടു. അപ്പോൾ അന്ന് സംസ്ഥാനത്ത് നേതൃത്വം നടേശൻ എന്ന് പറഞ്ഞ ഒരു സഖാവ് ഉണ്ടായിരുന്നു. അയാൾ അന്ന് പിടിക്കപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം അവശേഷിച്ച സഖാക്കളെ കൂടി ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെയാണ് ഞാനൊരു ജില്ലാ തലത്തിലേക്ക് അടിയന്തരാവസ്ഥയിലാണ് വരുന്നത്, ഒരു കമ്മിറ്റി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആളുകൾ പിടിക്കപ്പെടുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ അന്നത്തെ ഒരു കമ്മിറ്റി, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അടുത്ത ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ എന്ന് വരികയാണല്ലോ, ആ റിപ്പബ്ലിക് ഡേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു തീരുമാനം എടുക്കണം. അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പരീത് എന്ന് പറയുന്ന സഖാവുണ്ടല്ലോ, അദ്ദേഹത്തെ കൊന്ന അദ്ദേഹം DYSPയോ അതോ സർക്കിളായിട്ടാണോ ഇരിങ്ങാലക്കുട ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തോടൊരു പ്രതികാരം ചെയ്യാമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു തീരുമാനം, ഒരു പരിപാടിയായിട്ട് വരികയാണ്. ഇയാളെ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തൊക്കെ ഇങ്ങനെ ബോംബൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒക്കെ പരിപാടി പലതും നടന്നു, പല സ്ഥലത്തും നടന്നു. അപ്പോൾ ഇതിന് എൻ്റെ പ്രദേശത്തെ സഖാക്കൾ ആരും, ഈ 2 പേരും മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒഴിച്ച് കഴിഞ്ഞാൽ ആരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഞങ്ങളൊരു 3-4 സഖാക്കൾ ഒന്നിച്ചായിരുന്നു യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, മാറി മാറിയൊക്കെ.
അപ്പോൾ ഞങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതിൽ ചാലക്കുടിയിലുള്ള ഒരു സുബ്രൻ എന്ന് പറയുന്ന ഒരു സഖാവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ സഹാക്കളെ ബന്ധപ്പെടാൻ, ഞാൻ എൻ്റെ പ്രദേശത്തെ സഹാക്കളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും 3 പേർക്കായിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ബന്ധമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 6 മാസമായി. പലരുമൊക്കെ നാട് വിട്ടു. നമ്മൾ ഒന്നും വിടാതെ നാട്ടിലൊക്കെ ചുറ്റി ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ സഖാവ് അവിടെ പോകുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു, അമ്മയെ കണ്ടു. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് വീട് വെച്ച് കൊടുത്ത പ്രദേശമാണ് ആ പരിസരമൊക്കെ. അപ്പോൾ നമ്മൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ, ഇപ്പോൾ നമ്മുടെ ഇത്രയും റോഡും ഒരു 100 വാരയില്ല, അങ്ങനെ ഒരു വീട്ടിൽ നിന്നിട്ട് സംസാരിച്ച് നമ്മൾ യാത്ര പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും അയൽപ്പക്കത്തുള്ളവരൊക്കെ പാടെ കൂടി ഇങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് റോഡിൻ്റെ മുന്നിൽ പോലീസ് ജീപ്പ് വന്ന് ബ്രേക്ക് ഇടുന്നത്. കാരണം ഇവിടെ ലൈറ്റ് ഉണ്ടായി. വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ മുന്നിൽ പോലീസ് വന്നു. അപ്പം എൻ്റെ ധാരണ എന്താ, എന്നെ അന്വേഷിച്ച് പോലീസ് അവിടെ വന്നതായിരിക്കും. അപ്പോൾ കയ്യിൽ ബോംബൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ചുറ്റും ആ വീട്ടിലെ അമ്മമാരും കുട്ടികളും അയൽപ്പക്കത്തിൽ 3-4 വീട്ടിലെ ആളുകളെല്ലാം കൂടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അവരെ ബാധിക്കുക. നമ്മൾ നേരെ ഇങ്ങനെ ഓടി. എൻ്റെ കൂടെ വേറൊരു സഖാവും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും നേരെ ഓടി. അപ്പോൾ പോലീസ് ഇങ്ങനെ ഓടുക എന്ന് നമുക്കറിയാം. ഇവരിങ്ങനെ വളയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഓടുകയാണ് ചെയ്യുക. ഞാനൊരു ബോംബ് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു. അത് വീണ്ടും മുന്നോട്ട് പോയി. മുന്നോട്ട് രണ്ടാമത് ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ അവിടെ മണ്ണിളകി കിടക്കണ്ടായിരുന്നു. അത് കാല് തട്ടിയിട്ട് ഇങ്ങനെ വീണിട്ട് ഞാൻ എത്ര നേരം കിടന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു കനാൽ ബണ്ടിൻ്റെ അവിടെയാണ് ഞാൻ കിടന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നു. പോലീസ് ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ എത്ര നേരം എനിക്ക് കിടന്നൊന്നും ഓർമ്മയില്ല. എൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആഴത്തിലുള്ളൊരു കനാലാണ്. അത് ഈ ചെങ്കല്ലില്ലേ, ചെങ്കല്ലിങ്ങനെ. അപ്പോൾ അതിലേക്ക് ആരും എടുത്ത് ചാടില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ കിട്ടിയ എന്നെ കുന്നുകളെന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു, നേരെ അതിലേക്ക് താഴെ എടുത്ത് ചാടി. എന്നിട്ടത് റോഡിൻ്റെ ഒരു പാലം ഉള്ളിൽ ഒരു ഓവുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ ഇരുന്നു. പോലീസുകാർ ഇവിടെ നോക്കിയില്ല. കാരണം ഇതിലേക്ക് ആത്മഹത്യക്ക് മാത്രമേ മനുഷ്യൻ ചാടുള്ളൂ. ഞാൻ ആ നാട്ടുകാരനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ചാടില്ല എന്നുള്ളത് കൊണ്ട് അവിടെ അവർ നോക്കിയില്ല. പക്ഷെ അവിടെയുള്ള എൻ്റെ അനുജനടക്കമുള്ള ചെറിയൊരു 15 വയസ്സ് 13 വയസ്സ് 14 വയസ്സുള്ള മുഴുവൻ കുട്ടികളെയും അറസ്റ്റ് ചെയ്ത് എല്ലാവരും കൊണ്ടുപോയി. അവർ ഇതിനുള്ളിൽ നോക്കിയില്ല. എല്ലാ വീടുകളിലും അവർ കയറി. പക്ഷേ ഈ പാലം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്, പിന്നെ അതിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. കാരണം അത്രയേ ഉള്ളൂ താഴേക്ക് വരുമ്പോൾ. അപ്പോൾ ചാടുക എന്ന് പറഞ്ഞാൽ തലയിടിച്ചിട്ട് 2 ഭാഗത്തും കല്ലിങ്ങനെ ഇതുകൊണ്ട് മരിക്കും. അപ്പോൾ ഇതിലേക്ക് ചാടില്ല എന്നുള്ളത് കൊണ്ട് നോക്കില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്നത് ഒരു വയലിലേക്കാണ്. അപ്പോൾ ഞാൻ ആ വയലിലൂടെ നടന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ തലേ ദിവസം ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ സഖാവിനെ ഒരു ഷെൽട്ടറിലാക്കിയിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ അവിടെ എത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പോൾ നേരെ വഴിയിലൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വയലും ചുറ്റുപാടൊക്കെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ പട്ടികൾ, രാത്രി 12 മണി കഴിഞ്ഞു, കുറേ പട്ടികൾ വന്ന് വളഞ്ഞു എന്നെ. ഞാൻ വിചാരിച്ച് 2 കയ്യിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ പോവുക. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് നായ്ക്കളുടെ കടി കണ്ട് മരിക്കേണ്ട ഗതികേട് വരുമല്ലോ എന്ന് ഞാൻ ആലോചിക്കും. നായ്ക്കൾ കുറേ നേരം നിന്നിട്ട് അത് പോയി. പിന്നെ ഞാൻ നടന്ന് ഇരിങ്ങാലക്കുട അടുത്ത് ഒരു ചാത്തന്നൂർ എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. അതിൻ്റെ ബാക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു വീണു. അപ്പോൾ അതിൻ്റെ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച എൻ്റെ അന്ത്യം അവിടെ തന്നെയാണ്. നടക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വന്നു. അപ്പോൾ അതൊരു മണ്ടത്തരമായിരുന്നു. കാരണം എവിടെയെങ്കിലും കയറി എനിക്കിത് കെട്ടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഇങ്ങനെ. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഈ പറയുന്നൊരു സ്ഥലത്ത് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. ബ്ലഡ് ഇങ്ങനെ പോകണ്ടെന്നുള്ള കാര്യമൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഇങ്ങനെ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നപ്പോൾ, ഞാൻ ഇതിനല്ലല്ലോ, ഇവിടെ കിടന്ന് മരിക്കാനല്ലല്ലോ വന്നത്, ആ വന്ന സ്ഥലത്തെ സഖാവിനെ എത്തിച്ച സ്ഥലത്തല്ലേ. അങ്ങനെ ഞാൻ വീണ്ടും കുറേയും കൂടി നടന്നപ്പോൾ എനിക്ക് വല്ലാത്ത ദാഹം തോന്നി. വെള്ളം കുടിക്കാതെ പറ്റില്ല. അപ്പോൾ കല്ലംകുന്ന് എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സഖാവിൻ്റെ വീട്ടിൽ ഞാൻ കയറിയിട്ട് വെള്ളം, അപ്പോൾ ഒരു രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളറിയാതെ കൈ ഇങ്ങനെ പിന്നിൽ, എൻ്റെ ഈ കയ്യിലും അറിവുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. വലത്തെ കൈ കൊണ്ട് വെള്ളം വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീട്ടിൽ ഒരു ചേച്ചി, ഒരു മാധവി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്, വെള്ളം കൊണ്ട് വന്ന് അറിയാതെ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ബ്ലഡ്, അത് തല ചുറ്റി അവിടെ വീണു. ഞാൻ വെള്ളം കുടിക്കാനൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞു, ഈ ബ്ലഡൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞേക്ക്, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അവർ
ഉള്ള ഒരു തുണി ഇട്ടിട്ട് ഞാൻ വീണ്ടും നടന്ന് ഞാൻ ഇരിങ്ങാലക്കുട നടവരമ്പ് കോളനി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ആ സഖാവിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഈ സഖാവ് അവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ വെളുക്കാറായിട്ടുണ്ടാവും. ഞാൻ അവിടെ കിടന്ന് ആ സഖാവിനോട്, ആ വീട്ടിലെ സഖാവിനോട് ഞാൻ പറഞ്ഞു, നമുക്കന്നൊക്കെ രഹസ്യമാണല്ലോ, നമ്മുടെ ഒരു ഡോക്ടർ ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ ഇരിക്കുന്നുണ്ട്, നേരിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നമ്മുടെ ടാക്സി ഡ്രൈവേഴ്സായിട്ടുള്ള സഖാക്കളുണ്ട്. ഒരാൾ അതൊക്കെ കോഡൊക്കെ പറഞ്ഞിട്ടാണ് വിടാറ്. ഇപ്പോൾ ഈ സഖാവിനെ ആ സഖാവിനെ വിളിച്ചു കൊണ്ടുപോയോ, നമുക്ക് ഈ ഡോക്ടറെ അടുത്തേക്ക് സൗകര്യം, ആശുപത്രി പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം അതുകൊണ്ട് നേരം വിളിക്കാറായോ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ എനിക്ക് ഛർദി വന്നു. കോളനി ആകുമ്പോൾ അടുത്തടുത്ത വീടുകളാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പ്രായം ചെന്ന ഒരമ്മൂമ്മ എന്തൊക്കെയോ പച്ചമരുന്നൊക്കെ, ഇതൊക്കെ രാത്രിയും പകലില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഛർദിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പച്ചമരുന്നൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇവിടം വരെ ഇങ്ങനെ ഒരു പുതപ്പിട്ടിട്ടേ, കാരണം ഇങ്ങനെ കിടക്കുക, ഇത് കാണണ്ടെന്നുള്ള രൂപത്തിലേക്ക്. ഡോക്ടർ വരുമല്ലോ, അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അവർ കുത്തി കൊണ്ടുവന്ന് എന്തോ പച്ചമരുന്നും കുടിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഛർദ്ദിച്ചു, അങ്ങനെ കിടന്നു. അപ്പോഴേക്കും പിന്നെ എനിക്ക് ശബ്ദിക്കാൻ പറ്റാതെ. അപ്പോൾ കല്ല് വെട്ടുന്ന, ഈ ചെങ്കല്ല് വെട്ടുന്ന ഈ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്ല് വെട്ടിയ മടയാണ്, ഒരു കുഴിയാണ്. അപ്പോൾ സാക്കൾ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ അതിൽ കുഴി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ചോദിക്കേണ്ടത്, അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 19 വയസ്സ് 20 വയസ്സൊക്കെ ഉള്ള സാക്കൾ. അവർ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയണമെന്ന്, പക്ഷേ ശബ്ദം പൊന്തുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഏതായാലും ആ സമയത്താണ് ആ പോലീസ് വന്നിട്ട് ആ വീട് മാത്രം ഇങ്ങനെ വളയണം, ഞാൻ കിടന്ന വീട് മാത്രം. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവരെന്തോ വെള്ളമൊക്കെ എനിക്ക് തന്നു. എനിക്ക് ശബ്ദം പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പിന്നെ ആരാണെന്ന് അത് അത് എത്തുമ്പോഴാണ് ഞാൻ ആരാന്ന് അവർക്കറിയില്ല. ഞാനേതൊരു വലിയ തടിയും മേടിക്കുള്ള ഒരാളെന്നൊക്കെയുള്ള രൂപത്തിൽ അവരെന്നെ ചെറിയ മനുഷ്യനാണെന്നൊന്നും അവരറിയില്ല. അപ്പോഴാണ് ഞാൻ പേര് പറയുന്നത്. അപ്പോൾ പോലീസുകാരൻ്റെ ഒരു ചിരിയൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ നേരെ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ പായയെ പൊതിഞ്ഞ ജഡം കിട്ടിയെന്നായിരുന്നു മനോരമയിൽ വന്നൊരു വാർത്ത. മരിച്ചുപോയി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നാൾ നമ്മൾ കിടന്നു, ചിതറിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ പറയണത് ഒരു ഡോക്ടറുടെ ദാനമാണെന്നാണ്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇതും കൂടി മുറിച്ച് കളയാൻ പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് അന്നത്തെ ഒരു വാർത്ത. അദ്ദേഹം അതിന് സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് എൻ്റെ ഈ കൈ, എന്നെ പിന്നെ വന്ന് നിൽക്കുന്ന പല ആശുപത്രിക്കാരൊക്കെ പറഞ്ഞൊരു അറിവാണ്. അതിന് ശേഷം അദ്ദേഹത്തിന് കുറേ പീഡനം ഉണ്ടായിരുന്നതിനെ പറയണു ആ ഡോക്ടർ. കാരണം ഇവർ പറഞ്ഞത് കേൾക്കാതെ അയാൾ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഈ കൈ എനിക്ക് സംഭാവന ചെയ്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ട് അയാളെ കാണാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത് കിട്ടിയിട്ടില്ല. ഈ അടുത്ത് തൃശ്ശൂർ ദേശാഭിമാനി ബ്യൂറോയിലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ ഫോണിലൂടെ സംസാരിച്ചിട്ട്, അയാളൊരു പുസ്തകത്തിന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ, അയാൾ എന്താ ചെയ്തതെന്ന് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, തൃശ്ശൂർ 90 വയസ്സൊക്കെ കഴിഞ്ഞു, അദ്ദേഹം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണ സഖാവേ, നമുക്ക് പോയി കാണാം. ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ പോകണം. കാരണം അത് അന്ന് പോലീസ് പറഞ്ഞാൽ അതിനെ ധിക്കരിച്ച് നിൽക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവന് 2 കൈയും വേണ്ട, നമ്മളെ ബോംബെറിഞ്ഞ് വരാമെന്നുള്ള രൂപത്തിലേക്ക് അയാളത് സമ്മതിച്ചില്ല എന്നാണ് നമ്മുടെ അറിവ് കേട്ടോ. ഇതൊക്കെ കേൾവിയുടെ മാത്രം വിഷയമാണ്. ഏതായാലും ഇതും 5-8 കഷ്ണമാണ്, ഇതൊക്കെ 5-8 കഷ്ണമാണ് എൻ്റെ. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതും പോവാം. അപ്പോൾ പിന്നീട് എൻ്റെ ഒരു ജീവിതം ഉണ്ടായത് ഇതുകൊണ്ടും കൂടിയാണല്ലോ. ഇതും കൂടി ഇല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ കുറേ അന്വേഷിച്ചിരുന്നു. കുറേ അന്വേഷിക്കുക മാത്രമല്ല, നമ്മളെ ഈ 2 കൈയും കെട്ടിക്കിടക്കുമ്പോൾ എനിക്കൊന്നും പ്രാഥമിക കൃത്യം പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ ചോറൊക്കെ വാരി തന്ന ചില പോലീസുകാരുണ്ട്. അവരെ പിന്നീട് ഞാൻ ചിലരെ കണ്ടെത്തിയിട്ടുണ്ട്. ഉപദ്രവിച്ചവരുണ്ട്. നമ്മളിങ്ങനെ കിടക്കുമ്പോഴേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക്, പ്രാഥമിക കൃത്യം ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ചിലരെയൊക്കെ ഞാൻ ജയിലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഒരു ഇതിന് അന്വേഷിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ മാത്രം ഞാൻ കണ്ടെത്തിയില്ല, ഈ ഡോക്ടറെ. കാരണം 2 കൈയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സ്ഥിതിയുടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരു 8-9 കഷ്ണമാണ്, ഈ വിരൽ നിവരില്ല, ഇതിൻ്റെ ഒരു കഷ്ണം പോയതാണ്, ഇതൊക്കെ കൈരേഖയല്ല, ഇത് മുഴുവൻ തന്നെ തുന്നലാണ്, ഇതൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതും ചിതറിയിരുന്നു. വേണമെങ്കിൽ ഇതേപോലെയൊക്കെ വേണമെങ്കിൽ അവർക്ക് തുന്നിക്കൂട്ടാമായിരിക്കും, നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല ഡോക്ടർമാർ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മുറിച്ച് കളഞ്ഞു. കുറേ കാലത്തേക്ക് ഈ ഫാൻറ്റം പീലിംഗ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു.
ഈ ഫാൻറ്റം ഫീലിംഗ് എന്ന് പറയുന്നത് ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ വിരലിലാണ് വേദന എന്നൊക്കെ തോന്നുന്ന ഒരു സ്ഥിതി കുറേ കാലമുണ്ട്. കുറേ നാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. ഭക്ഷണം കഴിക്കൽ, മുണ്ടെടുക്കൽ, അതൊക്കെ കുറേ പ്രശ്നമായിരുന്നു. ഇപ്പോൾ പിന്നെ കാലങ്ങളെ കൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് പരിഹരിച്ചു.